നമസ്കാരം. അമ്മയിലെ പ്രശ്നങ്ങൾ കൈവിട്ട കളിയായതോടെ നടൻ ടിനി ടോം കുടുങ്ങിയിരിക്കുകയാണ്. നടി അൻസിബയുടെ പരാതിയിൽ ടിനിയെ രക്ഷിക്കാൻ കടവന്ത്ര പോലീസ് കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും കോടതിയുടെ നിലപാടാണ് ടിനിക്ക് തിരിച്ചടിയായത്. നടി നീന കുറുപ്പിന്റെ മൊഴി പരിഗണിച്ചാണ് ജിഹാദി എന്ന് വിളിച്ചെന്ന് അടക്കമുള്ള അൻസിബയുടെ പരാതിയിൽ കേസെടുക്കാൻ എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. വർഗീയ അധിക്ഷേപവും സ്ത്രീത്വത്തെ അപമാനിക്കലും ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങളിലാണ് മിമിക്രിയിലൂടെ സിനിമാ രംഗത്തെത്തിയ ടിനി ടോമിനെതിരെ കേസ് വന്നിരിക്കുന്നത്. കേസെടുക്കാൻ യാതൊന്നുമില്ലെന്ന് കാണിച്ച് കടവന്ത്ര പോലീസ് നൽകിയ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് കോടതിയുടെ ഈ നിർണായക നീക്കം. അൻസിബ ഉന്നയിച്ച പരാതികളിൽ പ്രഥമ ദൃഷ്ട്യാ കഴമ്പുണ്ടെന്നും ടിനി ടോമിനെതിരെയുള്ള കുറ്റം നിലനിൽക്കുമെന്നും കോടതി നിരീക്ഷിച്ചു. BNS 173 വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് വിശദമായ അന്വേഷണം നടത്താനാണ് കടവന്ത്ര പോലീസിന് കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതോടെ ടിനി ടോം പെട്ടിരിക്കുകയാണ്. നടി നീന കുറുപ്പിന്റെ മൊഴിയാണ് ടിനിക്ക് വൻ കുരുക്കായത്. ടിനി ടോം അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയുമായി ബന്ധപ്പെട്ട് നീന കുറുപ്പ് നൽകിയ മൊഴിയിൽ പറയുന്നത് ഗൗരവമായ കാര്യങ്ങളാണ്. ഈ കുറ്റങ്ങൾ കൃത്യമായി നിലനിൽക്കുന്നുണ്ടെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. നടി ശ്വേതോ മേനോൻ നീന കുറുപ്പിനോട് പറഞ്ഞതായി പറയുന്ന കാര്യങ്ങളും നീന തന്റെ മൊഴിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലുള്ള പരാതിയായതിനാൽ കേസെടുക്കാൻ കഴിയില്ലെന്നാണ് കടവന്ത്ര പോലീസ് ആദ്യം നിലപാടെടുത്തത്. ടിനി ടോം ഉപയോഗിച്ച ജിഹാദി അടക്കമുള്ള വാക്കുകൾ വെറും തമാശ രൂപേണ നടത്തിയ പ്രയോഗങ്ങൾ മാത്രമാണ്. ഇതിൽ ക്രിമിനൽ ഉദ്ദേശമില്ലെന്നായിരുന്നു പോലീസ് റിപ്പോർട്ട്. എന്നാൽ ഈ റിപ്പോർട്ട് കോടതി അപ്പടി തള്ളുകയാണ് ചെയ്തത്. തമാശ രൂപേണയാണോ അതോ ക്രിമിനൽ ഉദ്ദേശത്തോടുകൂടിയാണോ ഇത് പറഞ്ഞത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ വിശദമായ അന്വേഷണം തന്നെ വേണം. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ ഇത് തങ്ങളുടെ പരിധിയിലല്ല എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ മറ്റു സ്റ്റേഷനുകളിലേക്ക് കേസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വിരോധമില്ല. അതിന്റെ പേരിൽ അന്വേഷണത്തിൽ നിന്ന് പിന്മാറാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി. ഇതോടെ പോലീസിന് മുന്നിൽ വഴികളടഞ്ഞു. ടിനി ടോം കുടുങ്ങുകയും ചെയ്തു. ടിനി ടോം തന്നെ വ്യക്തിപരമായും കുടുംബപരമായും സ്വഭാവഹത്യ നടത്താൻ ശ്രമിച്ചെന്നാണ് അൻസിബയുടെ പരാതി. തനിക്കെതിരെ ടിനി ടോം വംശീയ അധിക്ഷേപം തന്നെ നടത്തി. തന്നെ ജിഹാദി എന്നും മതതീവ്രവാദി എന്നും മുദ്രകുത്തി. ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർ ചിലരെ മതം മാറ്റാൻ പ്രേരിപ്പിച്ചു എന്ന തരത്തിലുള്ള വ്യാജ പരാമർശങ്ങൾ നടത്തി. വിദ്വേഷ പരാമർശം സൃഷ്ടിക്കാനും സ്ത്രീത്വത്തെ അപമാനിക്കാനും ശ്രമിച്ചതായും അൻസിബ പരാതിയിൽ പറഞ്ഞിരുന്നു.